ഇപ്പോൾ ഇറാനെതിരെ അതാണ് ആക്ഷേപം. ഇവർ ആണവ ശക്തിയാകാനുള്ള സാധ്യതയുണ്ട്, ആയാൽ വലിയ അപകടമാണ്. അത് പറയുന്നവരാണ്. ആണവ ബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ രാജ്യമാണ്. ഇപ്പോൾ ഇറാഖിനെതിരെ ചില കഥകളൊക്കെ, ആ കഥകളൊക്കെ കളവായിരുന്നു എന്ന് പിൽക്കാലത്ത് ടോണി ബ്ലെയർ തന്നെ പറഞ്ഞല്ലോ. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമായ ആയുധങ്ങളുടെ ശേഖരത്തിന് മുകളിലാണ് സദ്ദാം ഹുസൈൻ. ഇപ്പം ഇറാന്റെ കാര്യത്തിലും പറയുന്നത് അവിടെ ആണവായുധങ്ങൾ. സദ്ദാം ഹുസൈൻ അവസാനം എന്തായിരുന്നു അവസ്ഥ? അതൊരു കുഴിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പം അപമാനകരമായി അയാളെ പിടികൂടി വധിച്ചു. എന്നിട്ടൊരു പടക്കം പോലും അവരുടെ ഒരു ആയുധശേഖരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം നുണയാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ലോകത്തിന് മുഴുവൻ അറിയാം. പറഞ്ഞവർക്കും അറിയാം, പറഞ്ഞവർ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനെതിരെ അതാണ് ആക്ഷേപം. ഇവർ ആണവ ശക്തിയാകാനുള്ള സാധ്യതയുണ്ട്, ആയാൽ വലിയ അപകടമാണ്. അത് പറയുന്നവരാണ്. ഹിറോഷിമയിലും നാഗസാക്കിയിലും രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു എന്ന് ഉറപ്പ് വന്ന അവസ്ഥയിൽ ആണവ ബോംബിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ രാജ്യമാണ്. അവർക്കെന്താ അവകാശം, അധികാരം? നമുക്ക് ജനാധിപത്യം വേണമെങ്കിൽ അത് നമ്മൾ സ്ഥാപിക്കും. അതാണല്ലോ നമ്മൾ ചെയ്തത്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു, നമ്മൾ ജനാധിപത്യം സ്വീകരിച്ചു, പാർലമെൻ്ററി ജനാധിപത്യം സ്വീകരിച്ചു. അതാത് രാജ്യങ്ങളുടെ ഡെസ്റ്റിനി, അത് അവരുടെ നിയോഗം, അവരുടെ ഉത്തരവാദിത്വം.